നമുക്കിന്നൊരു സാധനം ഉണ്ടാക്കാമേ. ഹൈ പ്രോട്ടീൻ ഒരു ഹെൽത്തി പനീർ ബ്രൗണി നമ്മുടെ സമീറ റെഡ്ഡി ഉണ്ടാക്കി വൈറലായോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. ആദ്യം ഒരു ബോൾ എടുക്കുക, 2 മുട്ട എടുക്കുക, അതിലേക്ക് 3 പഴുത്ത റോബസ്റ്റ പഴം ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഈ അടിച്ച് പതപ്പിച്ച പോലെയൊന്നും സമീറ റെഡ്ഡി അടിച്ച് പതപ്പിച്ചില്ല കേട്ടോ. ആദ്യം 3 പഴം ഇട്ടു, അതിൻ്റെ മുകളിൽ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു, എന്നിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷേ ഞാനൊരു ഗുമ്മിന് വേണ്ടിയിട്ട് ആദ്യം മുട്ടയെ നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷമാണ് 3 പഴുത്ത റോബസ്റ്റ പഴം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. സമീറ റെഡ്ഡി നോർമൽ ബീറ്റർ കൊണ്ടാണ് അതൊന്ന് മിക്സ് ചെയ്തത് കേട്ടോ. പക്ഷേ അങ്ങനെ ബീറ്റ് ചെയ്താൽ മിക്സ് ആവുമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ സ്മാഷർ വെച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്താണ് ഇതിൻ്റെ മെയിൻ താരത്തിൻ്റെ വരവ് എന്ന് പറയുന്നത്. 200 ഗ്രാം പനീറാണ് വേണ്ടത് കേട്ടോ. സമീറ റെഡ്ഡി അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ചാറ്റ് GPT ചോദിച്ചപ്പോൾ കറക്റ്റ് സമീറ റെഡ്ഡിയുടെ റെസിപ്പി ആണെന്നും പറഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ വൈറലായിട്ടുണ്ടാവും. അപ്പോൾ 200 ഗ്രാം പനീറാണ് ഇതിന് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ എടുക്കുക, അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്മാഷർ വെച്ച് സ്മാഷ് ചെയ്തപ്പം മിക്സ് ആവുന്നില്ല എന്ന് മനസ്സിലാക്കി ഞാൻ നേരെ അതിൻ്റെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കേട്ടോ. ആദ്യമേ അത് തന്നെ ചെയ്താൽ മതിയായിരുന്നു. അവരിങ്ങനെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനും കരുതി അത് ശരിയാവുമായിരിക്കുമെന്ന്. പക്ഷേ അത് തെറ്റായ ധാരണയാണ്. മിക്സിയുടെ ജാറിലിട്ട് നമ്മളിതെല്ലാം കൂടി ചെയ്താൽ മതി കേട്ടോ. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് വേണ്ടത്. പിന്നെ വേണ്ടത് മധുരത്തിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഹണി. ഹണി ഓപ്ഷനിലാണ്, മധുരം ആവശ്യമുള്ളവർക്ക് മതി. പിന്നെ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ മധുരം ഇല്ലാണ്ട് എങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും പഴത്തിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് 3 ടേബിൾ സ്പൂൺ ഹണി, അതിൻ്റെ മെഷർമെൻറ്റ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ഇടുക. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാത്തത് ആദ്യം ഞാൻ ഇടാൻ മറന്നുപോയി, പിന്നീട് ലാസ്റ്റൊക്കെ മിക്സ് ചെയ്താണ് ഇട്ടത്. അതുകൊണ്ടാണ് ബേക്കിംഗ് പൗഡർ ഇടുന്ന വീഡിയോ എടുക്കാത്തത്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ട്രേ എടുക്കുക, അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് അരങ്ങി പേസ്റ്റൊന്നും ആവണ്ട, ഒന്ന് മിക്സായി വന്നാൽ മതി കേട്ടോ. എന്ന് പറഞ്ഞിട്ട് തരിയായിട്ട് ഒരുപാട് ഉണ്ടാവുകയും വേണ്ട കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. അവണിൽ വെച്ച് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്തിട്ട് 30 മിനിറ്റ്സ് കൊടുക്കുക. പക്ഷേ എൻ്റെ അവൺ ചീത്തയിരിക്കുന്നത് കൊണ്ട് ഞാൻ മൈക്രോവേവിലാണ് ഒരു 3-4 മിനിറ്റ് ആയിട്ട് കൊടുത്ത് ഒരു 10-13 മിനിറ്റ് കറക്റ്റ് ഈ ഒരു കേക്കെന്നോ ബ്രൗണി എന്നോ ഒക്കെ വിളിക്കാവുന്ന സാധനം ബേക്കായി വന്നത് കേട്ടോ. ശരിക്കും അത് കേക്ക് ബേക്ക് ചെയ്യും പോലെയാണ് ചെയ്യേണ്ടത്. അവൻ ചീത്തയായത് കൊണ്ടാണ് ഞാൻ മൈക്രോവേവ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ എലൈറ്റിൻ്റെ ബനാന പുഡിംഗ് കേക്കില്ലേ, അത് കഴിക്കുന്ന സെയിം ടേസ്റ്റ് ഉണ്ടായിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബ്രൗണി ആയോ എന്ന് ചോദിച്ചാൽ ബ്രൗണി ആയിട്ടില്ല. കേക്ക് ആയോ എന്ന് ചോദിച്ചാൽ ഓക്കെ, കേക്ക് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സമീറ റെഡ്ഡി ഉണ്ടാക്കുന്നത് നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ശ്രീകുട്ടി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. എന്തായാലും ഒരു ഹൈ പ്രോട്ടീൻ ഹെൽത്തി കേക്ക് ആണ് ഇത്.